ഹലോ മക്കളെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഇയറിലെ വലിയൊരു ചാപ്റ്റർ ഉണ്ട്. ബോർഡ് എക്സാം വൈസ് നോക്കുകയാണെങ്കിലും നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും വളരെയധികം വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഇയറിലെ ബോട്ടണിയിലെ ചാപ്റ്റർ. അപ്പോൾ ഒരുപാട് കൺസെപ്റ്റുകൾ അതിൽ പഠിക്കാനുണ്ട്, ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുക എന്നുള്ളതാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ബോത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, അഥവാ എൻട്രൻസ് ഫീൽഡിൽ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാം ലെവലിൽ നോക്കുകയാണെങ്കിലും ഈ ചാപ്റ്ററിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് ഒബ്ജക്റ്റീവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് നിങ്ങളുടെ ബോർഡ് എക്സാമിനാണെങ്കിലും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കുഞ്ഞ് ഏരിയയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. വീഡിയോയുടെ പേരാണ്, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ പേരാണ് കുഞ്ഞുങ്ങളെ പോളിനേഷൻ. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് പോളിനേഷൻ, പോളിനേഷൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. പോളിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പോളിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മക്കളെല്ലാവരും പഠിച്ചേ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുക. നോക്കിക്കോണേ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ടു ദ സ്റ്റിഗ്മ ഓഫ് പിസ്റ്റിൽ ഈസ് ടേംഡ് ആസ് പോളിനേഷൻ. സിമ്പിളായിട്ട് പഠിക്കാം. നമ്മൾ പോളൻ ഗ്രെയിൻ ഉണ്ട്, പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ മക്കൾ? മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ്. ഈ മെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് ആരുണ്ടായിരിക്കുക? മെയിൽ ഗമേറ്റ് ഉണ്ടായിരിക്കുക, ആണല്ലോ. ഈ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആന്തറിൻ്റെ ഉള്ളിലാണ്. അഥവാ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ആൻഡ്രീഷ്യം, അതിൻ്റെ ഒരു പാർട്ടാണ് ആന്തർ എന്ന് പറയുന്നത്. ആന്തറിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ആ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗമേറ്റ് ഉണ്ടാവുക. ഇനി നമുക്കറിയാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്നാണ് വിളിക്കുക. ഈ പിസ്റ്റിലിന് 3 ഭാഗങ്ങളാണുള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾ ഉണ്ട്, ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോസാക്ക് എന്ന് എല്ലാവർക്കും അറിയാം. ഈ എംബ്രിയോസാക്കാണ് എന്ത് എന്ന് പറയുന്നത്? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എംബ്രിയോസാക്കാണ്. ഈ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിനായിട്ടുള്ള എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, പ്ലാന്റ്സിൻ്റെ മെയിൽ ഗമറ്റോഫൈറ്റ് പോളൻ ഗ്രെയിൻ ആണ്, ഫീമെയിൽ ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എംബ്രിയോസാക്കാണ്. മെയിൽ ഗമറ്റോഫൈറ്റ് ആയുള്ള പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗമേറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് ആയ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗമേറ്റ് ആയുള്ള എഗ് ഉണ്ടാവുക എന്ന് പറയാം. ഇനി മെയിൽ ഗമേറ്റ് ഉണ്ടായിട്ട് അവിടെ ഇരിക്കും, ഫീമെയിൽ ഗമേറ്റ് ഉണ്ടായിട്ട് ഇവിടെ ഇരിക്കും. അക്കരെ ഇക്കരെ ഇരുന്നാൽ മതിയോ? പോരാ, ഇവരെ ഒരുമിപ്പിക്കണം. അങ്ങനെ ഒരുമിപ്പിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ അടുത്തേക്ക് ചെല്ലണം. ഒന്നുകിൽ മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റിൻ്റെ അടുത്തേക്ക് പോകണം, അതല്ലെങ്കിൽ ഫീമെയിൽ ഗാമേറ്റ് മെയിൽ ഗാമേറ്റിൻ്റെ അടുത്തേക്ക് പോകണം. പക്ഷേ അപ്പോൾ മെയിൽ ഗാമേറ്റുകളും ഫീമെയിൽ ഗാമേറ്റുകളും, ഹയർ പ്ലാന്റ്സിൻ്റെ കേസിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും എന്താണ്? നോൺ മൊട്ടൈലാണ്. ഇനി നമ്മൾ ഈ ലൈനുകളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആന്തറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗാമേറ്റ് ഉണ്ടാവുക, പിസ്റ്റിലുള്ള ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവുക. ഇനി ഈ ലൈനൊന്ന് വായിച്ചു നോക്കിയേ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഇൻ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പോളൻ ഗ്രെയിൻ ആൻഡ് എംബ്രിയോസാക്ക് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആ പോയിന്റ് എല്ലാവരും കിട്ടി. മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലും ഫീമെയിൽ ഗമേറ്റ് എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് പോളൻ ഗ്രെയിനെ നമ്മൾ മെയിൽ ഗമറ്റോഫൈറ്റ് എന്നും എംബ്രിയോസാക്കിനെ നമ്മൾ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുക. ആ പോയിന്റ് എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടി ചേർന്ന് സൈഗോട്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. അതിന് ഇവർ രണ്ടുപേരും ഒരുമിപ്പിക്കണം. പക്ഷേ ഹയർ പ്ലാന്റ്സിൻ്റെ ഒരു കേസ് ഉണ്ട്, ബോത്ത് ടൈപ്പ് ഓഫ് ഗമേറ്റ്സ് ആർ നോൺ മൊട്ടൈൽ. കണ്ടോ? ഹയർ പ്ലാന്റ്സിൻ്റെ കേസിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും നോൺ മൊട്ടൈലാണ്. ഇപ്പം നമുക്കറിയാം, ആനിമൽസിൻ്റെ കേസിൽ മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. പക്ഷേ ഹയർ പ്ലാന്റ്സിൻ്റെ കേസിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും നോൺ മൊട്ടൈലാണ്. മെയിൽ ഗാമേറ്റ് ഉണ്ടായിട്ട് അവിടെ ഇരിക്കും, ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടായിട്ട് ഇപ്പുറത്ത് ഇവിടെ ഇരിക്കും. അക്കരെ ഇക്കരെ ഇരുന്നാൽ മതിയോ? പോരാ, അവർ ഒരുമിക്കണം. അങ്ങനെ ഒരുമിക്കണമെങ്കിൽ ദേ ഹാവ് ടു ബി ബ്രോട്ട് ടുഗെദർ. കണ്ടോ? നോൺ മൊട്ടൈലായിട്ട് അവിടെ ഇവിടെ ഇരുന്നാൽ പോരാ, അവരെ ബ്രോട്ട് ടുഗെദർ ഉണ്ടാവും. എന്തിന്? ഫോർ ഫെർട്ടിലൈസേഷൻ. സോ നോൺ മൊട്ടൈലായിട്ടുള്ള മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഹാവ് ടു ബി ബ്രോട്ട് ടുഗെദർ ഫോർ ഫെർട്ടിലൈസേഷൻ. എന്നിട്ട് നമ്മൾ പറയണേ, ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ എ പ്രോസസ് കാൾഡ് പോളിനേഷൻ. അതിനെ പറയുന്ന പേരാണ് പോളിനേഷൻ. അപ്പോൾ എന്താ പോളിനേഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾ എന്താ പറയുക? മെയിൽ ഗാമേറ്റിനെയും ഫീമെയിൽ ഗാമേറ്റിനെയും ഒരുമിപ്പിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിനേഷൻ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം?
ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ പിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. പിസ്റ്റിലിന് 3 ഭാഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാം. സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട്. ഇങ്ങനെ ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. ഇതാണ് അതിൻ്റെ സ്റ്റിഗ്മ എന്ന് പറയുന്നത്, ഇതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇതാണ് ഓവറി എന്ന് പറയുന്നത്. അപ്പോൾ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിനേഷൻ. വായിച്ചേ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യണ പ്രക്രിയക്ക് പറയുന്ന പേരാണ് കുഞ്ഞുങ്ങളെ പോളിനേഷൻ. അപ്പോൾ എല്ലാവരും ആ പോയിന്റ് പഠിച്ചു. ഇനി അടുത്ത ലൈന് പറയണേ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ടു ഇവോൾവ്ഡ്. എന്ത് ഇവോൾവ് ചെയ്യുന്നുണ്ട്? അമേസിങ് അറേ ഓഫ് അഡാപ്റ്റേഷൻസ് ടു അച്ചീവ് പോളിനേഷൻ. പോളിനേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അമേസിങ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഓരോ ഫ്ലവറിംഗ് പ്ലാന്റ്സും കാണിക്കുന്നുണ്ട്. 3 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത്, മെയിൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്തറിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ്. ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവുക. ഹയർ പ്ലാന്റ്സിൻ്റെ കേസിൽ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും നോൺ മൊട്ടൈലാണ്. അപ്പോൾ അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുവരണം ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു എ സ്റ്റിഗ്മ ഈസ് നോൺ ആസ് പോളിനേഷൻ എന്നാണ് പറയുക. ഇനി നമ്മൾ പഠിക്കാൻ പോണേ കൈൻഡ്സ് ഓഫ് പോളിനേഷൻ. പോളിനേഷൻ പലതരത്തിലുണ്ട്. നോക്കിക്കേ, ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ഓഫ് പോളൻ പോളിനേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്. സോഴ്സ് നോക്കിയിട്ട് പോളിനേഷനെ നമുക്ക് 3 പോളൻ ഗ്രെയിൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കിയിട്ട് നമുക്ക് പോളിനേഷനെ 3 ആക്കി തിരിക്കാം. അതിലൊന്നാമത്തതാണ് ഓട്ടോഗമി, രണ്ടാമത്തതാണ് ജീട്ടണോഗമി, മൂന്നാമത്തതാണ് സീനോഗമി. എല്ലാവരും വായിച്ചേ, ഓട്ടോഗമി, ജീട്ടണോഗമി, സീനോഗമി. ഓട്ടോഗമിയെ പറയുന്ന വേറൊരു പേരാണ് സെൽഫ് പോളിനേഷൻ എന്നാണ് പറയുക. സീനോഗമിക്ക് പറയുന്ന വേറൊരു പേരാണ് ക്രോസ് പോളിനേഷൻ എന്നാണ് പറയുക. ഇനി നോക്കിക്കോണേ, എന്താണ് ഓട്ടോഗമി? പോളിനേഷൻ ഈസ് അച്ചീവ്ഡ് വിത്തിൻ ദ സെയിം ഫ്ലവർ. ഒരു ഫ്ലവറിൽ തന്നെ എന്ത് ചെയ്യുക? പോളിനേഷൻ നടക്കുക. അപ്പോൾ ആ ഫ്ലവർ എന്താവണം? ബൈസെക്ഷൽ ആവണം. വേണ്ടേ? ബൈസെക്ഷൽ ഫ്ലവർ ആവണം. ബൈസെക്ഷൽ ഫ്ലവറിലാണ് ആന്തറും സ്റ്റിഗ്മയും ഒരു ഫ്ലവറിൽ തന്നെ ഉണ്ടാവുക. ഇനി അതെങ്ങനെയെന്ന് ഒന്നുകൂടി വായിക്കാം. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ ഒരു ഭാഗത്ത് ആന്തർ ഉണ്ടായിരിക്കും, മറ്റേ ഭാഗത്ത് സ്റ്റിഗ്മ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണടാ ഓട്ടോഗമി. നോക്കിക്കോണേ, ഇതാണ് ഒരു പ്ലാന്റ്, ഇതാണ് അതിൻ്റെ തലാമസ് എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ കാലിക്സ്, ഇത് മക്കൾ കാണുന്ന കൊറോള, ഇതാണ് അതിൻ്റെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്, ഇതാണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും ഓർത്തിരിക്കുക. ഇനി നോക്കിക്കോണേ, ആന്തറിൽ നിന്ന് ഷെഡ് ചെയ്യണ പോളൻ ഗ്രെയിൻസിനെ അതേ പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിലേക്ക്, കണ്ടോ, ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് വീഴുന്ന പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് തന്നെ വീഴുക. ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് വീഴുന്ന പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് തന്നെ വീഴുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓട്ടോഗമി. വായിച്ചു നോക്കിയേ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ, അതിനെ പറയുന്ന പേരാണ് ഓട്ടോഗമി. ഇനി ഓട്ടോഗമി നടക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് നോക്കിയേ. സച്ച് ഫ്ലവേഴ്സ് റിക്വയർസ് സിങ്ക്രണി. ഒന്നാമത്തത്, ഫ്ലവർ എന്തായിരിക്കണം? ബൈസെക്ഷൽ ആയിരിക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലായി. ബൈസെക്ഷൽ ആവണമ്പോഴേ ഒരു ഫ്ലവറിൽ ആന്തറും സ്റ്റിഗ്മ അഥവാ ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഒരു ഫ്ലവറിൽ വരും. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഫ്ലവർ ബൈസെക്ഷൽ ആവണം. രണ്ടാമത്തത് എന്താണ്? സിങ്ക്രണി എന്ന് പറഞ്ഞാൽ ഒരു സമയത്താവണം പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസപ്ഷൻ കപ്പാസിറ്റി. പോളൻ ഗ്രെയിൻസിന് മെച്യൂരിറ്റി എത്തി അത് റിലീസ് ചെയ്യണം അതേ സമയത്ത് തന്നെ സ്റ്റിഗ്മക്ക് റിസപ്ഷൻ കപ്പാസിറ്റി കിട്ടണം. അപ്പോഴേ എന്ത് നടക്കുള്ളൂ? പോളിനേഷൻ നടക്കുള്ളൂ അഥവാ ഓട്ടോഗമി നടക്കുള്ളൂ. പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്തു, പക്ഷേ സ്റ്റിഗ്മക്ക് റിസപ്ഷൻ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എന്ത് നടക്കില്ല? സെൽഫ് പോളിനേഷൻ നടക്കില്ല. ഇനി സ്റ്റിഗ്മക്ക് റിസപ്ഷൻ കപ്പാസിറ്റി കിട്ടി, പക്ഷേ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നില്ല. പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുമ്പോഴേക്കും സ്റ്റിഗ്മൻ്റെ റിസപ്ഷൻ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയാലോ? അപ്പോഴും പോളിനേഷൻ നടക്കില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല. അപ്പോൾ ഓട്ടോഗമി അഥവാ സെൽഫ് പോളിനേഷൻ നടക്കണമെങ്കിൽ ഇവിടെ പോളൻ ഗ്രെയിൻസ് മെച്യൂർ ആയിട്ട് അത് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നതും അതേ സമയത്ത് തന്നെ സ്റ്റിഗ്മക്ക് റിസപ്ഷൻ കപ്പാസിറ്റി കിട്ടുന്നതും ഒരേ സമയത്താണെങ്കിൽ, സിങ്ക്രൈസ്ഡ് ആണെങ്കിലാണ് ഓട്ടോഗമി നടക്കുക. അപ്പോൾ ഓട്ടോഗമി നടക്കാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഫ്ലവേഴ്സ് മസ്റ്റ് ബി ബൈസെക്ഷൽ ആവണം. രണ്ടാമത്തത്, പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസപ്ഷൻ കപ്പാസിറ്റി സിങ്ക്രണൈസ്ഡ് ആവണം. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ നോക്കാം. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഷുഡ് ബി ലൈ ക്ലോസ് ടു ഈച്ച് അതർ. ആന്തറും സ്റ്റിഗ്മയും വളരെ അടുത്തടുത്തായിരിക്കണം. ബൈസെക്ഷൽ ഫ്ലവർ ആണ്, പക്ഷെ ഒരു ഭാഗത്ത് ആന്തർ മറ്റേ ഭാഗത്ത് ഏതോ ഭാഗത്താണ് സ്റ്റിഗ്മ എങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആന്തറും സ്റ്റിഗ്മയും വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുകയും അവർ സിങ്ക്രണൈസ്ഡ് ആവുകയും ഫ്ലവർ ബൈസെക്ഷൽ ആവുകയും ചെയ്താൽ അവിടെ എന്ത് നടക്കും? ഓട്ടോഗമി നടക്കും. ഓട്ടോഗമി കാണിക്കുന്ന ചില പ്ലാന്റുകൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാം. ഒന്നാമത്തെ പ്ലാന്റ് ആണ് വയോള, അതിനെ പറയുന്ന വേറെ പേരാണ് കോമൺ പാൻസി. അടുത്തതാണ് ഓക്സാലിസ്, അതുപോലെ തന്നെ കോമലീന. സോ നോക്കിക്കേ എന്താണ് ഓട്ടോഗമി
എല്ലാവരും പറഞ്ഞേ ഒരു ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷനാണെന്ന് മനസ്സിലായി. അതെങ്ങനെ? ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിൻ്റെ സിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ ഓഫ് സെയിം ഫ്ലവർ എന്നാണ് നമുക്കറിയാം. ഇനി ഓട്ടോഗമി നടക്കണമെങ്കിൽ ഫ്ലവർ മസ്റ്റ് ബി ബൈസെക്ഷൽ ആവണം. രണ്ടാമത്തത് സിഗ്മ റിസപ്ഷൻ കപ്പാസിറ്റി ആൻഡ് ഓൾസോ ആന്തർ റിലീസ് ആർ സിങ്ക്രണൈസ്ഡ് ആവണം. പിന്നെ ആന്തർ ആൻഡ് സിഗ്മ ലൈ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആവണം. എക്സാമ്പിൾസ് വയോള, ഓക്സാലിസ്, കോമലീന. വയോളയുടെ വേറെ പേരാണ് കോമൺ പാൻസി, എല്ലാവരും പഠിച്ചു. രണ്ടാമത്താണ് മക്കളെ ജീട്ടണോഗമി എന്ന് പറയുന്നത്. ജീട്ടണോഗമി എന്താ വായിച്ചേ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ, അത് നമുക്കറിയാം, ടു ദ സ്റ്റിഗ്മ, അത് നമുക്കറിയാം, ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ രണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് നോക്കിക്കോണേ. അത് നമുക്ക് ഇങ്ങനെ വരച്ചു നോക്കാം. ഇതാണ് ഒരു പ്ലാന്റ് എന്ന് വിചാരിക്കുക. ഈ ഭാഗത്ത് ഒരു ഫ്ലവർ ഉണ്ട്, ഈ ഭാഗത്ത് മറ്റൊരു ഫ്ലവർ ഉണ്ട്. കണ്ടോ, പാരന്റ് പ്ലാന്റ് മാറുന്നില്ല, പാരന്റ് പ്ലാന്റ് സെയിം ആണ്. ഒരു പ്ലാന്റിൻ്റെ രണ്ട് സൈഡിൽ എന്തുണ്ട്? രണ്ട് ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് മെയിൽ ഫ്ലവർ ആണ്, ഇത് ഫീമെയിൽ ഫ്ലവർ ആണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ മെയിൽ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിൻ്റെ ഫീമെയിൽ ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ നോക്കിയാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. പ്ലാന്റ് മാറുന്നില്ല, ഫ്ലവറേ മാറുന്നുള്ളൂ. സോ നോക്കിക്കോണേ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. അതിനെ പറയുന്ന പേരാണ് ജീട്ടണോഗമി എന്നാണ് പറയുക. ജീട്ടണോഗമി ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ എന്നാണ് പറയുക. അവിടെ ശ്രദ്ധിക്കുക, ഫങ്ഷണലി ജീട്ടണോഗമി ക്രോസ് പോളിനേഷൻ ആണ്. കാരണം ഫ്ലവർ മാറുന്നുണ്ട്, പ്ലാന്റ് മാറുന്നില്ലെങ്കിലും ഫ്ലവർ മാറുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ് പോളിനേറ്റിംഗ് ഏജന്റ്. ഓട്ടോഗമി നടക്കാൻ പോളിനേറ്റിംഗ് ഏജന്റിന്റെ ആവശ്യമില്ല. പക്ഷേ ജീട്ടണോഗമി നടക്കാൻ പോളിനേറ്റിംഗ് ഏജന്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഫ്ലവർ മാറുന്നതുകൊണ്ട്, അത് ഫ്ലവർ മാറുന്നതുകൊണ്ട് അതിനെ ഫങ്ഷണലി നമ്മൾ ക്രോസ് പോളിനേഷൻ എന്നാണ് പറയുക. പക്ഷേ ജെനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമി. ഓട്ടോഗമിയിൽ എന്താണ്? ജെനറ്റിക്കൽ വേരിയേഷൻ വരുന്നില്ല, കാരണം പാരന്റ് മാറുന്നില്ല. അതുകൊണ്ട് ഓട്ടോഗമിയിൽ ജെനറ്റിക്കൽ വേരിയേഷൻ ആബ്സെൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ജീട്ടണോഗമിയിലും, കാരണം ജീട്ടണോഗമിയിലും പാരന്റ് മാറുന്നില്ല. അപ്പോൾ ജീട്ടണോഗമിയുടെ പ്രത്യേകത നമ്മൾ ചോദിച്ചാൽ, ഓട്ടോഗമി വെച്ച് നോക്കുമ്പോൾ ഓട്ടോഗമിക്ക് ആര് വേണ്ട? പോളിനേറ്റിംഗ് ഏജന്റ് വേണ്ട. പക്ഷേ ജീട്ടണോഗമിക്ക് പോളിനേറ്റിംഗ് ഏജന്റ് വേണം, കാരണം ഫ്ലവർ മാറുന്നുണ്ട്. ഇനി അടുത്തത്, ഓട്ടോഗമിയിൽ പാരന്റ് മാറാത്തതുകൊണ്ട് ജെനറ്റിക്കൽ വേരിയേഷൻ ഇല്ല, ജീട്ടണോഗമിയിലും പാരന്റ് മാറാത്തതുകൊണ്ട് ജെനറ്റിക്കൽ വേരിയേഷൻ ഇല്ല. ഇത്രയും മനസ്സിലായോ? സോ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്, അത് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്. അതിന് പോളിനേറ്റിംഗ് ഏജന്റ് വേണം, പോരാത്തിന് അതിന് ജെനറ്റിക്കൽ വേരിയേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഓട്ടോഗമിക്ക് ആ തരത്തിൽ നോക്കുമ്പോൾ അത് സിമിലർ ആണ് നമുക്ക് പറയാം. എങ്കിൽ മൂന്നാമത്താണ് മക്കളെ സീനോഗമി എന്നാണ് നമ്മൾ പറയുക. സീനോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറൻറ്റ് പ്ലാന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് ഒരു പ്ലാന്റ്, ഈ പ്ലാന്റിൽ ഒരു ഫ്ലവർ ഉണ്ട്, ഇതാണ് മറ്റൊരു പ്ലാന്റ്, ഈ പ്ലാന്റിൽ മറ്റൊരു ഫ്ലവർ ഉണ്ട്. രണ്ട് ഡിഫറൻറ്റ് പ്ലാന്റുകളാണ്. ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് അടുത്തൊരു പ്ലാന്റിൻ്റെ അടുത്തൊരു ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സീനോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ്. കിട്ടിയോ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ്. വേറൊരു പ്ലാന്റിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സീനോഗമി എന്ന് പറയുക. ദിസ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ബ്രിങ്സ് ജെനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ് കൊണ്ടുവരിക. അതുകൊണ്ട് രണ്ട് ഡിഫറൻറ്റ് പ്ലാന്റുകളായതുകൊണ്ട് പാരന്റ് മാറുന്നത് കൊണ്ട് ഇവിടെ പോളിനേറ്റിംഗ് ഏജന്റ് വേണം, ജെനറ്റിക്കൽ വേരിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് മൂന്ന് ടൈപ്പ് പോളിനേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. എല്ലാവരും ഒന്നുകൂടി നോക്കിയേ. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ആണ് നമുക്കറിയാം. ഫ്ലവർ ബൈസെക്ഷൽ ആവണം, ആന്തർ ആൻഡ് സിഗ്മ ലൈ ക്ലോസ് ടു ഈച്ച് അതർ, ആന്തർ റിലീസ് ആൻഡ് സിഗ്മ റിസപ്ഷൻ കപ്പാസിറ്റി സിങ്ക്രണൈസ്ഡ് ആവണം. എക്സാമ്പിൾ ആണ് വയോള, ഓക്സാലിസ് ആൻഡ് കോമലീന, എല്ലാവർക്കും അറിയാം. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത് ജീട്ടണോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ് ആണ്. പാരന്റ് മാറാത്തതുകൊണ്ട് ജെനറ്റിക്കൽ വേരിയേഷൻ ഉണ്ടാവില്ല, സിമിലർ ടു ഓട്ടോഗമിയാണ്. പക്ഷേ ഫ്ലവർ മാറുന്നതുകൊണ്ട് ഫങ്ഷണലി അത് ക്രോസ് പോളിനേഷൻ ആണെങ്കിൽ പോളിനേറ്റിംഗ് ഏജന്റ് വേണം എന്ന് നമുക്കറിയാം. അടുത്തതാണ് സീനോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ്. അപ്പോൾ പോളിനേറ്റിംഗ് ഏജന്റ് വേണം, അത് ഫ്ലവറും പ്ലാന്റും ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് അത് ക്രോസ് പോളിനേഷൻ ആണ്. പോരാത്തിന് ജെനറ്റിക്കലി ഡിഫറൻറ്റ് രണ്ട് പാരന്റ് മാറുന്നതുകൊണ്ട് ജെനറ്റിക്കൽ വേരിയേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് പോളിനേഷനും ടൈപ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. നോക്കിക്കേ, ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കിക്കട. ഒന്നാമത്തെ ചോദ്യം എല്ലാവരും ഒന്ന് വായിച്ചേ. അപ്പോൾ നിങ്ങൾക്ക് പോളിനേഷൻ എന്താണെന്നും ടൈപ്സ് ഓഫ് പോളിനേഷൻ എന്താണെന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കും. നോക്കിക്കോണേ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ് എന്നുണ്ട്. സെയിം പ്ലാന്റിൽ അനദർ ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ജീട്ടണോഗമി. എല്ലാവർക്കും മനസ്സിലായോ?
ജീട്ടണോഗമി എന്നാണ് പറയുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, ചോദ്യം വായിച്ചിട്ട് വേഗം ആൻസർ പറഞ്ഞേടാ. ദ ടേം യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ഓഫ് വൺ പ്ലാന്റ് ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറൻറ്റ് പ്ലാന്റ്. കണ്ടോ, പ്ലാന്റ് മാറുന്നുണ്ട്. അങ്ങനെ പ്ലാന്റ് മാറുകയാണെങ്കിൽ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സീനോഗമി എന്നാണ് പറയുക. പ്ലാന്റ് മാറുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സീനോഗമി എന്നാണ്. ജനറ്റിക്കലി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് കൊണ്ടുവരികയാണെങ്കിൽ അത് സീനോഗമിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കടാ. ദ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ഓട്ടോഗമി. ഓട്ടോഗമി നടക്കാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. ഓട്ടോഗമി നടക്കാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, ഓട്ടോഗമി നടക്കണമെങ്കിൽ ഫ്ലവർ ബൈസെക്ഷൽ ആവണം. സിങ്ക്രോണി ഇൻ പോളൻ റിലീസ് ആൻഡ് സിഗ്മ റിസപ്ഷൻ കപ്പാസിറ്റി നിർബന്ധമാണ്. ആന്തർ ആൻഡ് സിഗ്മ ഷുഡ് ബി ലൈക്ക് ക്ലോസ് ടു ഈച്ച് അതർ. അതുകൊണ്ട് നമുക്ക് എല്ലാ ആൻസറും പറയാൻ പറ്റും. ഇനി ഈ പോളിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതൊരു മ്യൂച്വലിസമാണ്. അതായത് രണ്ട് പേർക്കും ബെനിഫിറ്റ് ഉണ്ടാവും. ഫ്ലവറിനുള്ള മെച്ചം എന്താ വെച്ചാൽ പോളിനേഷന് സഹായിക്കുന്നു. അപ്പോൾ പോളിനേഷൻ ചെയ്യുന്ന പോളിനേറ്റർക്കുള്ള മെച്ചം എന്താ? പോളൻ ഗ്രെയിനെ കൊണ്ടുപോകുന്ന ആളാണല്ലോ പോളിനേറ്റർ. പോളിനേറ്റർക്കുള്ള മെച്ചം എന്താ? പ്ലാന്റ് എന്ത് കൊടുക്കും? നെക്ടറും കൊടുക്കും, പോളൻ ഗ്രെയിൻസും കൊടുക്കും. അങ്ങനെ ഒരു പ്ലാന്റ് പോളിനേഷൻ്റെ സമയത്ത് എന്താണോ പോളിനേറ്റർക്ക് കൊടുക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ഫ്ലോറൽ റിവാർഡ് എന്നാണ് പറയുക. ഫ്ലോറൽ റിവാർഡ്. അപ്പോൾ ഈ ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ടാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫ്ലോറൽ റിവാർഡ് ടു ദ ആനിമൽ പോളിനേറ്റേഴ്സ്? ഇതിൻ്റെ ആൻസർ മക്കൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റൻ ആൻസർ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഇതാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു ചെറിയ സെക്ഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ട് പിന്നീട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.